കേരളത്തിന് അടിയന്തരമായി 4000 കോടി രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചത് കേന്ദ്രം. ഇതോടുകൂടി സംസ്ഥാനത്തെ അത്യാവശ്യ ചെലവുകൾക്ക് ആശ്വാസമായി. ട്രഷറി നിക്ഷേപത്തിന് ഇന്നു മുതൽ കൂടുതൽ പലിശ ലഭിക്കും. കേരളത്തിന് അടിയന്തരമായി 4000 കോടി രൂപയുടെ കൂടി സാമ്പത്തിക സഹായം കേന്ദ്രം അനുവദിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ അത്യാവശ്യ ചെലവുകൾക്കും ഇതൊരു വലിയ ആശ്വാസമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേന്ദ്രം കേരളവുമായി നടത്തുന്ന സാമ്പത്തിക വിഹിതവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും അടിയന്തരമായി 4000 കോടി രൂപ കൂടി കേന്ദ്രം സാമ്പത്തിക സഹായമായി അനുവദിച്ചു. സംസ്ഥാനത്തെ അത്യാവശ്യ ചെലവുകൾക്ക് ഇത് വലിയ ആശ്വാസമായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല നികുതി വിഹിതമായി 2736 കോടിക്ക് പുറമെ IGST വിഹിതവും ലഭിച്ചു. ട്രഷറി നിക്ഷേപത്തിന് ഇന്നു മുതൽ കൂടുതൽ പലിശയും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. വിവരങ്ങൾ നൽകാൻ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായിക്കൊണ്ട് ഈ കേന്ദ്രത്തിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായിട്ടും എല്ലാ കാലത്തും പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം വിഹിതം നൽകുന്നില്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, പണം നൽകുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപം സമരമൊക്കെ നടത്തി എന്നും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കൃത്യമായി കേന്ദ്രം യാതൊരു വിവേചനവും കൂടാതെ സംസ്ഥാനത്തിന് പണം അനുവദിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. 4000 കോടി രൂപയോളമാണ് 4000 കോടി രൂപയാണ് അടിയന്തര ആവശ്യത്തിന് വേണ്ടി കേരള സർക്കാരിന് കേന്ദ്രം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ല. കൃത്യമായി ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരേ നിലയിൽ കണ്ടുകൊണ്ടുള്ള സാമ്പത്തിക നയം തന്നെയാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 4000 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചിരിക്കുന്നു. അത് വലിയ ആശ്വാസം. അതുകൊണ്ട് സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും ഈ മാസവും മുടങ്ങാതെ കൊടുക്കാം എന്നതിൻ്റെ ഒരു ആശ്വാസം കൂടിയാണ് ഈ 4000 കോടി രൂപ. പക്ഷേ സർക്കാരിന് മുമ്പിൽ കടമ്പകൾ ഏറെയുണ്ട്. ഒരു മാസത്തെ ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ തന്നെ ഇനിയും ഒരു 20,000 കോടി രൂപയോടെ വേണം. അതെവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് സർക്കാർ ചില പുതിയ പൊടിക്കൈകൾ തുടങ്ങിയിട്ടുണ്ട്. ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്നുള്ള ഒരു സാഹചര്യം. 7% പലിശ ട്രഷറി നിക്ഷേപത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ട്രഷറി നിക്ഷേപത്തിന്റെ പലിശ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പണമുള്ളവർ ട്രഷറിയിലേക്ക് പണം നിക്ഷേപിക്കുമെന്നാണ് സർക്കാരിന്റെ വിശ്വാസം. അത് സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു സർക്കാർ സാമ്പത്തിക സ്ഥാപനത്തിൽ പലിശ കൂട്ടിയാൽ അങ്ങോട്ടേക്ക് നിക്ഷേപം കൂടുതൽ വരും. അപ്പോൾ ട്രഷറിയിൽ 7% പലിശ വരുമ്പോൾ കൂടുതൽ നിക്ഷേപം വരും. ആ പണം ഉപയോഗിച്ച് ഈ മാസത്തെ ചെലവുകളൊക്കെ നടത്താം എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ട്രഷറിയുടെ നിയന്ത്രണം തൽക്കാലം സർക്കാരിന് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. 2736 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ളത്. ആ പണം ലഭിച്ചു. അതുകൂടാതെ GST വരുമാനത്തിൻ്റെ വിഹിതവും ലഭിച്ചു. അങ്ങനെ എല്ലാം ആശ്വാസകരമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇത്രയും സാമ്പത്തിക പ്രയാസം തുടരുമ്പോഴും മന്ത്രിമാരുടെയും അതേപോലെ തന്നെ സർക്കാരിൻ്റെയും ഒക്കെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. അവർ എല്ലാവിധ ധൂർത്തും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണക്കാരനാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സാധാരണക്കാരായ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രം 4000 കോടി രൂപ നൽകിയത് സർക്കാരിന് വലിയ താൽക്കാലിക ആശ്വാസം. വിനോദം, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചത് കേരളം നേരിടുന്ന ഏത് സാമ്പത്തിക സമ്മർദ്ദവും ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അത് മാത്രമല്ല ഒരുപക്ഷെ രാജ്യത്തിന്റെ ഒട്ടാകെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തീർച്ചയായും സുപ്രീം കോടതിയിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം നിരത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ കേസിന്മേൽ വിശദീകരണം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് കൃത്യമായ വിഹിതം കേരളത്തിന് കൊടുക്കുന്നുണ്ട്, തെറ്റായ വിവരങ്ങളാണ് ധരിപ്പിക്കുന്നത്, എങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കൂ എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ ചർച്ചയിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് തരാനുള്ള വിഹിതങ്ങളൊക്കെ തരാം, പക്ഷേ കേസ് പിൻവലിക്കണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് പറഞ്ഞത്. പക്ഷെ കേരളം അതിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ധനമന്ത്രി വാർത്താലേഖകരോട് പറഞ്ഞത് കേന്ദ്രം ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഞങ്ങൾ പണം നൽകണമെങ്കിൽ നിങ്ങൾ കേസ് പിൻവലിക്കൂ, എന്നാലേ പണം തരൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന്. അത് തെറ്റായ കാര്യമാണ്. ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് 4000 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ധനമന്ത്രി പറയുന്നതിൽ പോലും പിശകുണ്ട്, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കേന്ദ്രം ഈ തുക അനുവദിച്ചത്. അതുകൊണ്ട് കേന്ദ്രം നൽകാനുള്ള GST വിഹിതം, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ വിഹിതം, ഇതെല്ലാം കൃത്യമായി നൽകിക്കൊണ്ട് തന്നെയാണ് 4000 കോടി രൂപ കൂടി നൽകിയിട്ടുള്ളത്. പക്ഷേ കേന്ദ്രം ഇനിയും പണം നൽകണം, കൂടുതൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി
കോടതിയുടെ പരിഗണനയിലാണ്. അത് കോടതി ഏത് നിലയിലാണ് ഇനി പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളെ അറിയാൻ കഴിയൂ. പക്ഷേ കേരളം പറയുന്ന കണക്കല്ല കേന്ദ്രത്തിന്റെ കയ്യിലുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.